ഹായ് ഗൈസ്, അസ്സലാമു അലൈക്കും. പുതിയ ചാനലിൽ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ചാനലിന്റെ പേര് വരുന്നത് സിനൂസ് കിച്ചൺ എന്നാണ്. ഈ ഒരു ചാനൽ കാണുന്ന ആളുകൾ, അതായത് കുക്കിംഗ് ഇഷ്ടപ്പെടുന്ന ആളുകളും നമ്മുടെ കിച്ചണിലെ ബാക്കിയുള്ള കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾ ഈ ചാനൽ എന്താക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതായത് ഇഷ്ടമുള്ളവര് അല്ലേ, കാരണം ഓൾക്ക് ഏറ്റവും പേടി അതാണ്. അതായത് ഓൾക്ക് ഏറ്റവും പേടി എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഓൾക്ക് ഞാൻ ഇന്നെ ആര് എന്ത് പറഞ്ഞാലും എൻ്റെ തൊലിമ തട്ടില്ല. കാരണം എനിക്ക് കാണ്ടാമൃഗത്തിൻ്റെ തൊലിയാന്ന് പറയണേക്കാം. കാരണം അതിലും വലിയ കേക്കൽ ഞാൻ കേട്ട് വന്നു. അപ്പോൾ ഇവളൊന്നും വല്ലാതെ ഒന്നും കേട്ടിട്ടില്ല. അതുകൊണ്ട് എന്താണ്, അതായത് ആ ചാനൽ കാണാൻ ഇഷ്ടമുള്ളവർ മാത്രം സബ്സ്ക്രൈബ് ചെയ്യാന്നാണ് സിനു പറഞ്ഞത്. അതിച്ചിട്ട് സിനുവിന് ചാടാന്നുള്ളതല്ല. അതായത് വെറുതെ എന്തിനാ ഒരാളെ കുറ്റം പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറഞ്ഞിട്ട് നിൽക്കണം. അപ്പോൾ ഇഷ്ടമുള്ളവർ കാണുക. അതിനിപ്പോൾ എത്ര ആൾ കണ്ടാലും അത്ര ആൾ മതി. നമുക്ക് ആ ചാനൽ 10 ലക്ഷം 10 മില്യൺ ആക്കാനൊന്നും ആഗ്രഹമില്ല. കാരണം ഓള് നന്നായിട്ട് കുക്ക് ചെയ്യും ഗൈസ്. അപ്പോൾ ഞാൻ കുക്ക് ചെയ്യുമ്പോൾ എന്താണ്, ഓള് ഡെസേർട്ടുകൾ ഉണ്ടാക്കും, അതേമാതിരി എന്താണ് ചിക്കൻ കൊണ്ട് എന്തൊക്കെയോ ഉണ്ടാക്കും, കടായികളും കുറേ സാധനങ്ങൾ ഉണ്ടാക്കും. അപ്പോൾ ആ ഒരു കിച്ചൺ ആ ഒരു തീമിലേക്ക് ഒരുക്കിയത് തന്നെ ഞാൻ ഓൾക്ക് വേണ്ടിയിട്ടാണ്. അതായത് നമ്മുടെ പ്ലാറ്റ്ഫോം എന്ന് വെച്ചാൽ യൂട്യൂബും കാര്യങ്ങളും എല്ലാതുമാണ്. പക്ഷെ ഇപ്പോൾ ഞാൻ പൈസ ഉണ്ടാക്കുന്നതിനാണ് എല്ലാവർക്കും പ്രശ്നം. ഞാൻ ഇപ്പോൾ ഒരു ചാനൽ തുടങ്ങട്ടെ എന്ന് ചോദിച്ചപ്പോൾ അതൊന്നും കൂടി എനിക്ക് വരുമാനം കിട്ടൂലേ എന്ന് ചോദിച്ചു. എന്താ പിന്നെ ഞങ്ങളോടൊക്കെ പറയുക, എല്ലാവരും വരുമാനം ഉണ്ടാക്കാനും ഇതാക്കാനൊക്കെ തന്നെ ജീവിക്കുന്നത്. അത് യൂട്യൂബിൽ നിന്നാണോ എന്തെന്നറിയാം. നമ്മൾ യൂട്യൂബിൽ നിന്ന് ആരെയും കട്ടിട്ടോ മോഷ്ടിച്ചിട്ടോ പിടിച്ചു പറിച്ചിട്ടോ ഒന്നുമല്ല. എൻ്റെ മാതിരി എത്രയോ ആളുകൾ പല ചാനലുകളും വെച്ച് ജീവിക്കുന്നുണ്ട്. നമ്മൾ മാന്യമായിട്ട് വീഡിയോ ഇടുമ്പോൾ നമുക്കില്ലാത്ത പ്രശ്നങ്ങളും ഇല്ല, കുറ്റങ്ങളും ഇല്ല. അതൊന്നും നമ്മൾ ഇതിൽ വലിച്ചയക്കുന്നത്. അതായത് ഈ ഒരു ചാനൽ, അതായത് കുക്കിംഗ് വീഡിയോസും കാര്യങ്ങളും ഇഷ്ടപ്പെടുന്ന ഈ ഒരു ചാനൽ കാണാൻ ആഗ്രഹിക്കുന്നവർ മാത്രം എന്താണ് സബ്സ്ക്രൈബ് ചെയ്യുക. എപ്പോഴും ഞാൻ പറയാം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറയും. പക്ഷെ ഞാൻ ഈ ഒരു ചാനൽ എന്താ വെച്ചാൽ ഓള് പറയാണ്, നമ്മളെ ഇഷ്ടപ്പെടുന്നവർ മാത്രം സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളി. കാരണം എനിക്ക് അത്ര വ്യൂസ് കണ്ട അത്ര ഇപ്പോൾ 1000 ആൾക്കാരാണ് ഞാൻ കുക്ക് ചെയ്യുന്നത് കണ്ടാൽ ആ 1000 ആൾക്കാർ കണ്ടാൽ മതി എന്നാണ് അവൾ പറഞ്ഞത്. ഓക്കെ, അത് വെച്ചിട്ട് നമ്മൾ ജാട അഹങ്കാരം എന്നല്ല, എല്ലാവർക്കും നമ്മൾ പ്രിയപ്പെട്ടതാണല്ലേ. എന്ത് എൻ്റെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ ബാക്കിങ് എപ്പോഴും നോക്കലുണ്ട് എന്താണെന്നുണ്ടെങ്കിലും. ഞാനിപ്പോൾ ഇവിടേക്കൊരു ചാനൽ ഇവിടെ തുടങ്ങി കൊടുക്കുകയാണ്. അതായത് ആ ചാനൽ കൊണ്ട് ഇപ്പം നാളെ എൻ്റെ ചാനലിന് എന്താണ് പറ്റുകയെന്ന് എനിക്കറിയില്ല. അതായത് ചാനലിന് വല്ല സ്ട്രൈക്കോ കാര്യങ്ങളോ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് അപ്പുറത്തൊരു സെക്കൻഡറി ഓപ്ഷൻ വേണം. അപ്പോൾ സെക്കൻഡറി ഓപ്ഷനാണ് ഞാൻ എപ്പോഴും ചാനലുകൾ കൂടുതൽ തുടങ്ങിയിടുന്നതും ആ ചാനലുകളെല്ലാം ഒരേപോലെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നതും അതുകൊണ്ടാണ്. അല്ലാതെ എല്ലാത്തൊന്നും കോടികൾ വരുമാനം, ലക്ഷങ്ങൾ വരുമാനം, ആയിരങ്ങൾ വരുമാനം കിട്ടണം വെച്ചിട്ടല്ല. നമ്മളെപ്പോഴും എന്ത് ചെയ്യുകയാണെങ്കിലും അതിനൊരു ബാക്കിങ്ങും അതിനെ മാത്രം ഫോക്കസ് ചെയ്യുമ്പോൾ എന്താണ്, അതൊരു 3-4 നമ്മുടെ മനസ്സിൽ കാണണം. ഇൻഷാ അല്ലാഹ് നമ്മൾ നെക്സ്റ്റ് പ്ലാനിങ് കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറഞ്ഞുതരാം അല്ലേ. എല്ലാത്തിനും നമുക്ക് എന്താവും, സേഫ് ആയിട്ടുള്ള ഒരു എൻഡിങ് വേണം ഗൈസ്. എന്നാൽ നമുക്ക് നോക്കിയാലോ. കിച്ചൻ്റെ എൻട്രിയിലോട്ട് പോവാം. എൻട്രിയിൽ തന്നെ നമ്മൾ വെച്ചിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇതുപോലൊരു ക്ലോക്ക് വെച്ചിട്ടുണ്ട്. അതൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീമിലേക്കാണ് കേട്ടോ ക്ലോക്ക് കൊണ്ടുപോയിട്ടുള്ളത്. അതിനിതുപോലെ നമ്മളൊരു ഗ്ലാസ് ഒക്കെ കൊടുത്ത് ഇവിടെ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. സിനു കുട്ടിക്ക് പാല് കൊടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് സിനു വീഡിയോയിലോട്ട് വരുന്നതാണ് കേട്ടോ. കാരണം ഓള് നിയന്ത്രിക്കേണ്ട ചാനലാണ്. കാരണം ഓൾക്ക് എന്താണെന്ന് വെച്ചാൽ കുറച്ച് ഐഡിയകൾ ഞാൻ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ ആളുകൾക്ക് ബോറടിക്കാത്ത രീതിക്കുള്ള ഒരു അവതരണം ആദ്യം അവതരിപ്പിച്ച് ചാനലൊന്ന് സെറ്റാക്കിയതിന് ശേഷം ഓളിത് കൊണ്ട് നടക്കും ഇൻഷാ അല്ലാഹ്. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മുടെ മെയിൻ ഡോറിന് അത് കിച്ചൻ്റെ ഡോറിന് ഇതുപോലെ ഗ്ലാസും നമ്മളെല്ലാ ഒരു തീമിലോട്ട് പിടിച്ചിട്ടുണ്ട്. നമുക്കിത് കണ്ടാൽ മനസ്സിലാവും. അതുപോലെ തന്നെ ഹാൻഡിലൊക്കെ ബ്ലാക്കിൽ കൊടുത്ത് ഇതന്നെയാണ് നമ്മുടെ എല്ലാ ഹാൻഡിൽസും വരുന്നത്. അപ്പോൾ ഒരു വൈറ്റ് കിച്ചൺ, അതിലൊരു മാറ്റിലാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഫ്രിഡ്ജ് വരുന്നത് ഈ ഒരു കളറിലാണ്. അതുപോലെ നമ്മുടെ സ്വിച്ച് ബോർഡ് വരുന്നതും ആ ഒരു കളറിലാണ്. ഓക്കെ, നമുക്ക് ഫാന് വെച്ച് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ടേബിൾ ഫാന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മളുടെ സ്റ്റഡി ഏരിയ ആണ്. ഇതിപ്പോൾ ബിഫോറാണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. ഞാൻ ആഫ്റ്റർ ഞാൻ കാണിച്ചാൽ ഇതെല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അത് ഞാൻ സിനൂടെ സെറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ വാഷിംഗ് മെഷീൻ വെച്ചിട്ടുണ്ട്. അതിൻ്റെ അടിയിൽ നമ്മൾ ലിക്വിഡൊക്കെ ഉപയോഗിക്കാനുള്ള സാധനം വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ നമ്മൾ കുറേ ഗ്ലാസ്സുകൾ, ഇവിടെ പൊട്ടുന്ന ഗ്ലാസ്സുകളൊക്കെ ഇവിടെയാണ്. ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാനുണ്ട്. അരി വെക്കാനുള്ള സ്പേസ് ഉണ്ട്. പിന്നെ എത്ര വലിയ ബിരിയാണി ചെമ്പുകളും വെക്കാൻ അതിൻ്റെ ഉള്ളിൽ സ്പേസ് ഉണ്ട്. അത്യാവശ്യം വലിയ സ്പേസ് ഉണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു ഭാഗത്ത് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പുറത്തേക്കുള്ള വഴിയാണ്. അതിന് നല്ല ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. ഫുള്ള് വൈറ്റിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഡബിൾ ഡോറാണ്. അതായത് വലിയ ഡോർ വെക്കുമ്പോൾ സ്പേസ് വെച്ചിട്ട് ഡബിൾ ഡോറാണ് വെച്ചിട്ടുള്ളത്. അതിന് നല്ല സെക്യൂരിറ്റി
നമ്മൾ എന്താണ് നല്ല സെക്യൂർഡ് ആയിട്ടുള്ള പൂട്ടും വെച്ചിട്ടുണ്ട്, താക്കോലും വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ കിച്ചണിലോട്ട് തിരിയാണ്. കിച്ചണിലോട്ട് തിരിയുമ്പോൾ നമ്മളിപ്പോൾ അവിടെ നിന്ന് ഒരു എൻട്രി കണ്ടു. ഇനി ഇവിടെ നിന്നുള്ളൊരു എൻട്രി വരുമ്പോഴാണ് നമ്മുടെ കിച്ചൻ്റെ വലിപ്പം നിങ്ങൾക്ക് മനസ്സിലാവുന്നത്. കിച്ചൺ മൊത്തം എത്ര ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കിച്ചൺ പണ്ട് ഇത് പണിയെടുക്കുന്ന ടൈമിൽ ഈ കിച്ചൻ്റെ വലിപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഡെക്കോർ ഇരിക്കുന്നുണ്ടോ, ഈ ഒരു ഡെക്കോർ ഇരിക്കുന്നത് വരെയാണ് ഈ കിച്ചൺ ഉണ്ടായിരുന്നത്. അപ്പോൾ എൻ്റെ മൈൻഡിൽ തോന്നിയാണ് നമ്മൾ പിന്നീടൊരു വർക്ക് ഏരിയ ഉണ്ടാക്കുന്ന ടൈമിൽ അതിന് വേറെ എക്സ്പെൻസ് ആവും. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ അടുക്കള വലുതാക്കി എടുക്കുകയാണെങ്കിൽ നമുക്കെന്താവും, അടുക്കളയുടെ ഒരു ഒറ്റ ചിലവിൽ നമുക്ക് രണ്ടും ചെയ്യാം. അത് കുറച്ച് വീതിക്ക് വലുപ്പത്തിലും ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് അവിടുന്ന് ഒരു കുറച്ചും കൂടി കൂട്ടിയെടുത്തത്. അതാണ് ആ ഒരു സ്പേസ് നിങ്ങൾ കാണുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കിച്ചൺ ഇതിലൊതുങ്ങിയായിരുന്നു. ഓക്കെ, അപ്പോൾ എന്തായാലും അത് മാറ്റി. ശരിക്കുള്ള കിച്ചൻ്റെ പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇരിക്കുന്നിടത്ത് ഓപ്പൺ കിച്ചൺ ആയിരുന്നു. ഞാൻ ഓപ്പൺ കിച്ചൺ ഒഴിവാക്കിയതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഓപ്പൺ കിച്ചൺ ആകുമ്പോൾ ഹാളിലേക്ക് സ്മെല്ലും കാര്യങ്ങളൊക്കെ വരും, അത് കൊണ്ട് നടക്കാനും ഉപയോഗിക്കാനൊക്കെ പണിയാണെന്ന് പറഞ്ഞപ്പോൾ അത് നമ്മൾ ഒഴിവാക്കിയതാണ് ഗൈസ്. അപ്പോൾ എന്തായാലും ഇപ്പോൾ കിച്ചൻ്റെ ബിഫോറാണ് നമ്മൾ കാണിക്കുന്നത്. പിന്നെ ഒന്ന് നമ്മൾ ശ്രദ്ധിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രിഡ്ജിനൊക്കെ കറക്റ്റ് സ്ഥലമാണ്. നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം. ഫ്രിഡ്ജിന് നമ്മൾ ആദ്യം ഫ്രിഡ്ജിൻ്റെ കടയിൽ പോയി കഴിഞ്ഞ് ഫ്രിഡ്ജിൻ്റെ അളവ് എടുത്ത് നമ്മൾ ഫ്രിഡ്ജ് അവിടെ സെറ്റ് ചെയ്തു. അതുപോലെ തന്നെ വാഷിംഗ് മെഷീൻ്റെ അളവെടുത്ത് വാഷിംഗ് മെഷീൻ അതിൻ്റെ ഉള്ളിൽ സെറ്റ് ചെയ്തു. ഓവൻ പിന്നെ ഗിഫ്റ്റ് കിട്ടിയതാണ്. പക്ഷേ ഓവണിന് നമ്മൾ അവിടെ ഒരു പോയിൻ്റ് ഇട്ട് കൊടുത്തു. അതായത് കറണ്ട് കുത്താനുള്ളൊരു പോയിൻ്റ് ഇട്ട് കൊടുത്തു. അതുപോലെ മിക്സിക്ക് ഒരു പോയിൻ്റ് ഇട്ട് കൊടുത്തു. അങ്ങനെ എല്ലാത്തിനും അതിൻ്റേതായ പോയിൻ്റുകൾ നമ്മളിതിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളിതിൽ ചെയ്തിട്ടുള്ളത് ഗോൾഡിലാണ് ചെയ്തിട്ടുള്ളത്. ഇതിൽ നമുക്ക് വലിയ അരിയും പാത്രവും കാര്യങ്ങളൊക്കെ വെക്കാനുള്ള ഒരു സ്പേസാണ്. പിന്നെ ഏറ്റവും ഹൈലൈറ്റ് ചെയ്ത് പറയാനുള്ളത് നമ്മുടെ കിച്ചണിൽ നമ്മൾ ചെയ്തത് ഇതുപോലത്തെ ഒരു ടേബിളാണ്. അപ്പോൾ ഈ ടേബിളാണെങ്കിലും എന്താണെങ്കിലും നമ്മുടെ വീട്ടിൽ എന്തിരിക്കുകയാണെങ്കിലും ഇതെല്ലാം നമ്മുടെ എൻജിനീയർ അക്ബർക്ക് അവിടെ പ്ലാൻ ചെയ്ത് കസ്റ്റമൈസ് ചെയ്ത് ഉണ്ടാക്കിയതാണ്. ഇപ്പോൾ ഈ ഒരു ബാർ ചെയർ ആണെങ്കിലും ഈ ഒരു ടേബിളാണെങ്കിലും ഈ ഒരു ബാർ ചെയർ ആണെന്നുണ്ടെങ്കിലൊക്കെ അതൊക്കെ ഇതിൻ്റെ ഉള്ളിൽ കസ്റ്റമൈസ് ചെയ്ത് ഇതേ ഒരു നാനോ വൈറ്റാണ്, അതായത് ഈ ഇരിക്കുന്ന അതേ നാനോ വൈറ്റാണ് ഇവിടെയും കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല സുഖമായിട്ടത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടച്ചെടുക്കാനൊക്കെ അടിപൊളിയാണ്. എൻ്റെ സുട്ടക്കുട്ടി നീച്ച് വന്നിട്ടുണ്ട് ഗൈസ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇതാണ് നമ്മുടെ കിച്ചൻ്റെ ഏകദേശം രൂപം. ഇപ്പോൾ നമ്മൾ ബിഫോർ കണ്ടൂലേ, ഇനി ആഫ്റ്റർ കാണിക്കണ്ടേ? അപ്പോഴേക്കും എൻ്റെ കുട്ടി നീച്ചിട്ടുണ്ട്. ആഫ്റ്റർ കാണിക്കണ്ടേ നമുക്ക്? കൊപ്പടെ. ഓക്കെ, പിന്നെ ഇവിടെ ഈ ഒരു ടേബിൾ ആണല്ലോ നിങ്ങൾ, ഈ ടേബിൾ നമുക്ക് നമ്മുടെ ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലേക്ക് വെക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷൻ കഴിഞ്ഞ് നോക്കി നമ്മൾ കൊടുത്ത ഹാങ്ങിങ് ലൈറ്റുകളൊക്കെ അതിൻ്റെ സെയിം ആയിട്ടാണ് നമ്മളിവിടെ കസ്റ്റമൈസ് ചെയ്തിട്ടുള്ളത്. അതായത് ആ ഹാൻഡിൽ ലൈറ്റ് വരെ നമ്മൾ ഇതിൻ്റെ അളവിനാണ് അവിടെ കസ്റ്റമൈസ് ചെയ്ത്. കുറച്ച് കൂടിയാലോ കുറഞ്ഞാലോ ആ ഒരു കിച്ചൻ്റെ ഭംഗി പോകും. അത് പല കളറിൽ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അതായത് ഇത് മൊത്തം നമ്മൾ വിൻഡോൻ്റെതായിരുന്നു. ഈ ഒരു സാധനം ഇതും ലൈറ്റാണ്. അപ്പോൾ ഏതാണ് ആ ലൈറ്റ് എന്നൊരു പിടുത്തം കിട്ടുന്നില്ല. ഇതാണ് ആ ലൈറ്റ്. ഇതിപ്പോൾ നമ്മളെന്തായി വൈറ്റായി, ഇതിപ്പോൾ നല്ല പ്യുവർ വൈറ്റായി, ഇതിപ്പോൾ ഓഫ് വൈറ്റായി. നമുക്ക് എന്താക്കാം, നല്ല പ്യുവർ വൈറ്റിലാണെങ്കിൽ പ്യുവർ വൈറ്റായിട്ട് കിച്ചൺ കാണും. അല്ല ചെറിയൊരു ഓഫ് ടച്ച് ആണെന്നുണ്ടെങ്കിൽ ചെറിയൊരു ഓഫ് ടച്ചിൽ കിച്ചൺ കാണും. ഇതെല്ലാം നമ്മൾ ആദ്യം നോക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, പിന്നെ നമ്മളെ സ്പേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഞാൻ നിങ്ങൾക്ക് കിച്ചണിനെ കുറിച്ച് പറഞ്ഞു തരാണ്. അതിന് ശേഷം നമ്മൾ ബിഫോർ കാണിച്ചു തരുള്ളൂ. ശരിക്കും ഇതൊക്കെ ഓൾക്ക് ചാനലിൽ കൊടുത്തിട്ട് ഇതും ഞാനാണ് പറഞ്ഞു തരുന്നത് കഴിച്ച്. അല്ല, ഓള് ശരിയായി വരും. ഓക്കെ, ഇതിപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഒരു ബോർ അടിക്കേണ്ട വെച്ചിട്ടാണ്. ഓള് സെറ്റ് ചെയ്യുന്നതൊക്കെ ഓള് പറഞ്ഞു തരും എന്തൊക്കെയാണ് സെറ്റ് ചെയ്യാനുള്ളതെന്നൊക്കെ. പിന്നെ നമ്മൾ ഈ ഒരു സ്പേസ് കണ്ടോ. അപ്പോൾ ഈ ഒരു ടേബിൾ ഇത്ര സ്പേസിൽ വന്നപ്പോൾ എന്താക്കി, ഇവിടെ ഇത്രയും ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ ഈ ഗ്യാപ്പിന് ഞാൻ എന്താക്കി, എനിക്ക് ഇവിടെ ഡെക്കോർ ഐറ്റംസ് വെക്കാനുള്ള ഒരു സ്ഥലം വേണമെന്ന് പറഞ്ഞു. അതാണ് ഇതൊക്കെ വീണ് പൊട്ടിയാൽ പണിയാകും. അത് ഇല കുറച്ച് നീളം കൂടുതൽ. അപ്പോൾ ഇത് വൈറ്റിൽ തന്നെ ചെയ്തപ്പോൾ കിച്ചണിനൊന്ന് ഹൈലൈറ്റ് ചെയ്യുന്നത് ഈ ഒരു സംഭവമാണ് കേട്ടോ. അതായത് ചെറിയൊരു പണിയുള്ളൂ, ആകെ 2 കമ്പി വെച്ച് വെൽഡ് ചെയ്തതാണ്. പക്ഷെ അത് ഈ കിച്ചണിനെ ഒരുപാട് ഭംഗിയാക്കി മാറ്റിയിട്ടോ. ഓക്കെ, പിന്നെ അത് മാത്രമല്ല, ഇത് നമ്മുടെ അടുപ്പാണ്. ഈ അടുപ്പിൻ്റെ സ്പേസ് എനിക്ക് ഇവിടെ ശരിക്കും കിട്ടുകയാണെങ്കിൽ ഒരുപാട് സ്ഥലം കിട്ടിയായിരുന്നു. പക്ഷേ ഒരു പെരയിലൊരു അടുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പെരയുടെ ഒരു ബർക്കത്താണ് ഗൈസ്. അതങ്ങനെയാണ്. അത് ഉപയോഗിച്ചില്ലേന്നല്ല. ഓക്കെ, ഇനി നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുകളിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടോളി. മുകളിൽ നമ്മൾ ഈ സാധനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്.
അതായത് ഈ മുകളിലൊരു റാക്ക് അടിച്ചിരിക്കുന്നത്. സാധാരണ എല്ലാവരും ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മാത്രമേ ചെയ്യുള്ളൂ. മുകളിൽ ഇത്രയും സ്പേസ് കളയും. ശരിക്കും മുകളും കൂടി ചെയ്താലാണ് നമ്മുടെ കിച്ചൻ്റെ വൃത്തി നമുക്ക് കിട്ടുക. ഓക്കെ, മുകളിൽ ശരിക്കും ചെയ്യണം. അപ്പോൾ മുകളൊക്കെ നമ്മൾ ചെയ്തിട്ടുള്ളത് മൾട്ടിവുഡിൽ തന്നെയാണ്, PVC തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അതിന് നമ്മൾ ഇതുപോലെ ഗ്രൂ അടിച്ചു കൊടുത്തിട്ടാണ് ഈ ഒരു മരത്തിൻ്റെ ലെവൽ പോലെ ആക്കിയിട്ട് ഒരു ഓഫ് വൈറ്റ് പെയിൻറ്റ് അടിച്ചു കൊടുത്തിട്ടുള്ളത്. ഒരുപാട് കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ള അടുക്കളയാണ് എന്ന് പറയാമല്ലോ. കുറച്ച് അത്യാവശ്യം കോസ്റ്റ്ലി ആയിട്ടുള്ള അടുക്കള തന്നെയാണ്. കുറച്ച് ഫണ്ട് ഇതിന് കൂടുതൽ ഇറങ്ങിയിട്ടുണ്ട്. ഓക്കെ, എന്നാലും ഇത്രയും വൃത്തിക്കാവണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ചുള്ള പൈസ നമ്മൾ ഇറക്കണം. പിന്നെ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കിച്ചണിലൊക്കെ പിന്നെ ഈ ഒരു തീമാക്കിയിട്ട് മുകളിലൊക്കെ നമ്മൾ ഓരോ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ഇതിനൊക്കെ ഓരോ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇതെന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ നിന്നുള്ളൊരു പ്രൊജക്ഷൻ ലൈറ്റ്, അതായത് കിച്ചണിനെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു സ്പേസ് ഞാൻ ഒഴിവാക്കിയ എന്താ വെച്ചാൽ എന്തെങ്കിലും അടുപ്പ് യൂസ് ചെയ്യണമെങ്കിൽ ഇവിടെ ബുദ്ധിമുട്ട് വരരുതിച്ചിട്ടാണ്. അത്യാവശ്യം സ്പേസ് നമുക്ക് ഇവിടെ തന്നെ ഉണ്ട്, ഇതന്നെ നമുക്ക് ധാരാളമാണ്. ഓക്കെ, അപ്പോൾ പിന്നെ അതിനും കൂടി ഒരാവശ്യമില്ലല്ലോ. പിന്നെ ഇതൊക്കെ സിനുവിൻ്റെ സെറ്റിങ്ങാണ്, കോൾ പറഞ്ഞു തരും. ഇതൊക്കെ വളരെ സിമ്പിളായിട്ട് നമുക്ക് തുറക്കാൻ പറ്റും. പിന്നെ ഈ വെളിച്ചെണ്ണ ഇതിൽ വെക്കരുത് എന്നുള്ള കമൻസ് ഉണ്ടായിരുന്നു, അതൊക്കെ അവിടുന്ന് മാറ്റും ഇൻഷാ അല്ലാഹ്. തൽക്കാലം കയറ്റി വെച്ചാണ്. പിന്നെ ഇവിടെ നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചിമ്മിനിയാണ്, നമ്മൾ ഫേബറിൻ്റെ ഇതാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അതിന് ഗ്യാസ് അടുപ്പ് 3 ഇത് വരുന്ന അടുപ്പ്. ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി, ഈ കളറായാലും നമ്മുടെ ഓവൻ്റെ കളറായാലും മിക്സിയുടെ കളറായാലും നമ്മുടെ നോബിൻ്റെ കളറായാലും ഒക്കെ ഇത് എന്തിന് വാഷ് ബേസിൻ്റെ കളറ് വരെ, വാഷ് ബേസ് ആയാലും ഈ നമ്മുടെ കറണ്ട് അടുപ്പ് ഗ്യാസ് അടുപ്പിൻ്റെ കാര്യമായാലും വരെ, അതുമല്ല നമ്മുടെ ഈ ഒരു കയറുന്ന ലാഡർ വരെ നമ്മൾ ബ്ലാക്ക് എടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ കുറേ കാര്യങ്ങൾ നമ്മൾ കിച്ചണിൽ പ്ലാൻ ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതാണ് ഈ കിച്ചൺ എന്താണെന്ന് വെച്ചാൽ ഒരു കളർ കോമ്പിനേഷനിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. മൊത്തത്തിൽ നിങ്ങൾ കിച്ചൺ കണ്ടില്ലേ. പിന്നെ നമ്മൾ ചെയ്തിട്ടുള്ളത് കർട്ടൻസ് ആണ്. കർട്ടൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സിമ്പിളായിട്ടുള്ള കർട്ടൻസ് ആണ്. നമുക്ക് ഇങ്ങനെ അതായത് വെക്കുന്ന കർട്ടൻസുമാണ്. നമ്മുടെ ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അനുസരിച്ച് നമുക്കിങ്ങനെ മാറ്റാൻ കഴിയും. ഓക്കെ, ഇനി എല്ലാം കഴിഞ്ഞ് നമുക്ക് ഫുൾ അടച്ചിടണമെങ്കിൽ അതിനും അനുസരിച്ച് ഇങ്ങനെ മാറ്റാൻ കഴിയും. അപ്പോൾ ഇതെല്ലാം ചെയ്തിട്ടുള്ള നമ്മൾ ഡീം ഡെക്കോർ എന്ന് പറഞ്ഞിട്ടുള്ള കർട്ടൻസ് ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തായാലും അതങ്ങനെ സെറ്റിംഗ് ആയി. പിന്നെ ഇതൊക്കെ സിനുവിൻ്റെ സെറ്റിംഗ് ആണ്. പിന്നെ ഇനി വരെയുള്ളത് വാഷ് ബേസ് ആണ് കേട്ടോ. വാഷ് ബേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മാറ്റിൽ വരുന്ന 2 സിങ്ക് മാറിപ്പോയി. സിങ്കൊക്കെ ഇപ്പം തന്നെ നിരച്ച് ഇതൊന്നും കഴുകലില്ല സിനോ. അപ്പോൾ സിങ്ക് എന്താണ് വെച്ചിട്ടുണ്ട്. ഈ സിങ്ക് ഈ പൈപ്പിൽ നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുടിവെള്ളമാണ് വരുന്നത്. ഈ സിങ്കിൽ ഇതിൽ വരുന്നത് നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഴലിലെ വെള്ളമാണ്. നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നത് കുഴലല്ല, ഇതിലെ വെള്ളമാണ്, അതായത് കിണറ്റിലെ വെള്ളമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ പാത്രം കഴുകാം, ഇതിലെടുത്ത് വെക്കാം എന്നുള്ളതാണ്. പിന്നെ ഇതിലൊക്കെ ഒരുപാട് സ്റ്റോറേജ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതായത് പാത്രം വെക്കാനുള്ള സ്റ്റോറേജ്, ഇതിൻ്റെ അടിയിൽ ഇതുപോലെ പാത്രം വെക്കാനുള്ള സ്റ്റോറേജ് ഉണ്ട്. പിന്നെ ഇവിടെ സ്റ്റോറേജ് ഉണ്ട്, ചിക്കൻ കഴുകാൻ, ഇറച്ചി കഴുകാൻ. പിന്നെ ഇവിടെ നമ്മൾ പച്ചക്കറി വെക്കാനുള്ളത്, അതുപോലെ ഒരുപാട് സ്റ്റോറേജ് ഉണ്ട്. നമ്മുടെ മൊത്തം സ്പൂണുകൾ വെക്കാനുള്ള സ്റ്റോറേജ് ഉണ്ട്. അതുപോലെ തന്നെ അടിയിലും ഉണ്ട് വലിയ വലിയ സാധനങ്ങൾ വെക്കാനുള്ള സ്റ്റോറേജ് ഉണ്ട്. പിന്നെ ഇവിടെ നോക്കിയൊക്കെ വളരെ സിമ്പിളായിട്ട് വെക്കാൻ പറ്റിയ, കിച്ചൺ എടുത്താവുകൊണ്ട് വളരെ സിമ്പിളായിട്ട് വെക്കാൻ പറ്റിയ ഒരുപാട് പൊടികൾ വെക്കാൻ പറ്റിയ സ്റ്റോറേജ് ഉണ്ട്. ഓക്കെ, പിന്നെ ഇത് നമ്മൾ പിന്നെ മൂലയിൽ ജസ്റ്റ് വലിയ പാത്രങ്ങൾ വെക്കാനുള്ള സ്റ്റോറേജ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഇവിടെ നമുക്ക് നമ്മൾ കണ്ടുപോയി ഇങ്ങനൊരു സാധനങ്ങൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതും അടിയിലൊക്കെ വലിയ പാത്രങ്ങൾ വെച്ചിട്ട് ഞാൻ ഇങ്ങനെയൊന്നും വെക്കാൻ പറ്റുന്നതല്ല. അത് ഇവിടെ കുറേ ചിട്ടപ്പെടുത്താണ്ട് ഗൈസ്, അതൊക്കെ നമ്മൾ ഇനി ഇതിൻ്റെ ലാസ്റ്റ് നമ്മൾ മൊത്തം ചിട്ടപ്പെടുത്തിയിട്ട് ഒരു വീഡിയോയും കൂടി എടുക്കുന്നതാണ്. അതായത് ഒരു വീഡിയോ അല്ല, ഈ വീഡിയോയിൽ തന്നെ ഉണ്ടാവും കേട്ടോ. പിന്നെ വരികയാണെന്നുണ്ടെങ്കിൽ ഇതാണ് നമ്മളുടെ ഹൈലൈറ്റ് ചെയ്ത വേറൊരു സംഭവം കൂടി ഞാൻ പറഞ്ഞുതരാം. അതായത് നിങ്ങൾ കണ്ടോളി, ഇതിപ്പോൾ നമ്മുടെ കിച്ചണാണ് അല്ലേ. കിച്ചണിൽ ഒരുപാട് സ്റ്റോറേജ് നിങ്ങൾക്ക് കാണാൻ കഴിയും. കാണാൻ കഴിയില്ലേ? കാണാൻ കഴിയും. അപ്പോൾ ഈ ഒരു ഫ്രിഡ്ജ് പോലത്തെ സാധനത്തിൽ ഒരുപാട് സാധനങ്ങൾ നമ്മൾ അടുക്കിയിട്ടുണ്ട് ഈ ഒരു സ്പേസിൽ. അപ്പോൾ നിങ്ങൾ വീട് വെക്കുമ്പോഴും കിച്ചൺ വെക്കുമ്പോഴും ഈ ഒരു സാധനം വെക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം സ്റ്റോറേജ് കിട്ടും. അതായത് വലിയൊരു ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. അത് തുറന്നു കഴിഞ്ഞാൽ ഫ്രിഡ്ജ് വരുന്നത് പോലെ തന്നെ അത് വരും. അതിൽ അത്യാവശ്യം സാധനങ്ങളാണ്. ഫുള്ള് ഈ പെരയിലേക്ക് ആവശ്യമുള്ള എല്ലാ പൊടികളും വൃത്തിക്ക് ഗ്ലാസ്സിലാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ തുറക്കുന്നതിനനുസരിച്ച് ഉള്ളത്തെ
ഡ്രോ ഇങ്ങോട്ട് വരും കേട്ടോ. അല്ലാതെ നമുക്ക് കൈയിട്ട് ദൂരത്തു നിന്ന് എടുക്കേണ്ട ആവശ്യമില്ല. അതായത് മൊത്തം ഇതിലാണ് സെറ്റിങ്. ഇതിങ്ങനെ തുറക്കുമ്പോൾ ഇതിങ്ങനെ പുറത്തേക്ക് വരാൻ കണ്ടില്ലേ. ഇനി അടക്കുമ്പോൾ അത് ഉള്ളിലോട്ടും പോവും, കറക്റ്റായിട്ട് അടഞ്ഞ് നിൽക്കുകയും ചെയ്യും. അങ്ങനെ ഒരു സ്റ്റോറേജ് ഉള്ളത് കാര്യം തന്നെ നമുക്കറിയില്ല. അത്യാവശ്യം സ്ഥലമുണ്ട് കേട്ടോ. അപ്പം പിന്നെ എന്തായാലും നമുക്കിത് മൊത്തം ഒന്ന് അടുക്കി ചിട്ടയാക്കി വെക്കാം ഗൈസ്. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മളെന്താക്കി മൊത്തത്തിൽ നമ്മൾ കിച്ചണെല്ലാം എല്ലാവർക്കും കാണിച്ചെന്നില്ല. ഞാൻ കിച്ചൺ ടൂർ എടുക്കണ വരെ ഓള് വന്നില്ല കേട്ടോ. ഓള് കുട്ടീനെ മെല്ലെ നിന്ന് ഞാൻ എടുക്കട്ടെ വെച്ചിട്ടേ. എന്തായാലും എനിക്കൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കണം. ഇനി നമ്മൾ ഓരോ സാധനങ്ങൾ ഇവിടെ അടുക്കി അതിൻ്റെ ചിട്ടയ്ക്ക് വെക്കാൻ വേണ്ടി പോവുകയാണ്. ഇപ്പോൾ ഒരു ലെവലിലാണ് ഇരിക്കുന്നത്. ഇതൊക്കെ നമ്മൾ അടുക്കി ഇതിൽ കുറേ പേഴ്സ്റ്റൽ കളേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഓളഞ്ഞിട്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ കിച്ചൺ സെറ്റിങ് മാത്രമേ ഉള്ളൂ, കാരണം അത്യാവശ്യം ലെങ്ത് ഇതാവും. ഇപ്പോൾ ഫസ്റ്റ് വീഡിയോ തന്നെ നിങ്ങൾ ബോറടിപ്പിക്കേണ്ട വെച്ചിട്ടാണ്. ഇപ്പോൾ നമ്മൾ പർച്ചേസ് ചെയ്ത സ്ഥലങ്ങൾ നിങ്ങൾക്കറിയാം. നമ്മൾ ഐക്യന്ന് പർച്ചേസ് ചെയ്തിരിക്കുന്നത്, അതുപോലെ തന്നെ ഒരുപാട് സ്ഥലങ്ങൾ നമ്മൾ പർച്ചേസ് ചെയ്തിരിക്കുന്നത്. ഇതിനൊക്കെ സെലക്റ്റീവായിട്ട് നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പിന്നാലെ കുറേ ദിവസങ്ങൾ നടന്നിട്ടുണ്ട്. ഒരു പെര വെക്കുമ്പോൾ, ഒരു കിച്ചൺ സെറ്റ് ചെയ്യുമ്പോഴും നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് സെറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ കുറേ കഷ്ടപ്പെടാനുണ്ട് ഗൈസ്. അപ്പോൾ എന്തായാലും അതിനനുസരിച്ച് നമ്മൾ ഓടി അതിൻ്റെ ഫലമാണ് നമുക്ക് കിച്ചൺ എന്ന് പറയുന്ന ഈ ഒരു നല്ല അഭിപ്രായം. അതിൻ്റെ കൂടെ വൈറ്റ് കിച്ചൻ്റെ മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ ആളുകൾ പറയുന്നുണ്ട്. എല്ലാം നമുക്ക് അറിയാമല്ലോ. ഇപ്പോൾ നമുക്കും അറിയാനാണ് വൈറ്റ് കിച്ചൺ ചെയ്ത് കഴിഞ്ഞാൽ എത്രത്തോളം അത് പോസിബിളാണ്, അതിങ്ങനെ കൊണ്ട് നടക്കണം എന്നൊക്കെ നമുക്കും അറിയാമല്ലോ. ഞാനൊന്ന് കിച്ചണിലേക്ക് വരില്ല, എന്നല്ല വീഡിയോ എടുക്കാൻ മാത്രമേ വരുള്ളൂ ഞാൻ എൻ്റെ സുട്ടി. ഓക്കെ, ബാക്കിയൊക്കെ ഒരു കൈകാര്യം ചെയ്യണ മാതിരി ഉണ്ടാവും. ഇനി കേടെടുത്തി കഴിഞ്ഞാൽ ഞാൻ ഓരോ കുറ്റം പറയുള്ളൂ. അപ്പോൾ എന്തായാലും തുടങ്ങുക. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താ, കിച്ചൺ സെറ്റിങ് മാത്രമല്ലേ, ബിഫോർ ആൻഡ് ആഫ്റ്റർ. ഓക്കെ ഗൈസ്, ഞങ്ങൾ സെറ്റ് ചെയ്ത് തുടങ്ങി ഗൈസ്. ഞാൻ എന്താ ചെയ്യണ്ടേ, ഞാൻ അവിടെ ഇരുന്നാൽ മതിയോ? ഞാൻ അവിടെ കടത്തി തരാനൊന്നും പറ്റൂല, നമുക്ക് ഗ്യാസിൻ്റെ മുന്നിൽ കൊടുക്കാൻ പറ്റില്ല. ഓക്കെ ഗൈസ്, അപ്പോൾ തുടങ്ങാം. എന്തൊക്കെയാണ് എൻ്റെ പ്ലാന്? ഞാനൊക്കെ സെറ്റാക്കി വെച്ചതായിരുന്നു. എല്ലാം തകിട് പറഞ്ഞതായി നമുക്കൊന്ന് ഫസ്റ്റ് മുതലാക്കി വെക്കണം. പരിപാടി ഇതും വലിയ ചെമ്പൊക്കെ നമ്മൾ ആവശ്യം അപ്പം വന്ന്. പിന്നെ സത്യം പറഞ്ഞാൽ എനിക്കിതിലെ വർക്കേഴ്സ്, ഇപ്പം നമ്മളെ സെറ്റ് ചെയ്ത വർക്കേഴ്സൊക്കെ മാഷാ അല്ലാഹ് പൊളി വർക്കേഴ്സാണ്. ഒന്നും കുറ്റം പറയാനില്ല. ഒരു തെല്ലും മേനിയും പൊട്ടിയിട്ടില്ല. എല്ലാം ജോയിൻ ഫ്രീ ആയിട്ട് ടൈൽസിൻ്റെ ആയാലും ഇൻറ്റീരിയറിൻ്റെ ആയാലും പിന്നെ വെൽഡിങ്ങിൻ്റെ ആയാലും എല്ലാ ഒരു വീടിൻ്റെ വിജയം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അതിൻ്റെ വർക്കേഴ്സിൻ്റെ കയ്യിലാണുള്ളത്. അവർക്കൊന്ന് പാളി കഴിഞ്ഞാൽ അതെല്ലാം തകിടം മറിയും. അതുകൊണ്ട് നല്ല വർക്കേഴ്സിനെ കിട്ടുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു കിട്ടലാണ്. ഇനി നല്ലൊരു ടീമിന് നമ്മളത് വർക്ക് കൊടുക്കണം. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ലാവിറ്റോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനാണ് ഗൈസ്. ഇത്രയും ഞാൻ ആ ഒരു ലാവിറ്റോ എന്ന് പറയാനുള്ള കാരണം, നിങ്ങൾക്കൊരു വീട് വെക്കുമ്പോൾ നമ്മളെ സബ്സ്ക്രൈബേഴ്സാണ്. എന്തായാലും നല്ലൊരു ബെസ്റ്റ് ഓപ്ഷനാണ്. നിങ്ങൾക്ക് തിരഞ്ഞെടുക്കുക, ഏതാണ് തിരഞ്ഞെടുക്കുന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടമാണ്. എന്തായാലും മാഷാ അല്ലാഹ് നമുക്ക് ഒക്കെ അടിപൊളിയാണ്. ഇനി കുട്ടീനെ വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഇങ്ങനെ ഉണ്ടാ കേട്ടോ, ഓളെ വേണമെങ്കിൽ ഇങ്ങനെ വലിക്കാം, അടുക്കി വെക്ക്. ഓ ഗൈസ്, സിനു കിച്ചൺ സെറ്റ് ചെയ്യുന്നുണ്ട്. ഇതാണ് ഓൾക്ക് ചാനൽ വെക്കേണ്ട. ഓളൊന്നും കൊണ്ടുവരില്ല. ഓക്കെ, ഇതിപ്പോൾ ഉമ്മൂന്ന് ചാനൽ, നൗഫൽ TKD ചാനൽ എന്ന് പറഞ്ഞ മാതിരി ഇതിപ്പോൾ ഇതിൽ എൻ്റെ സംസാരം മാത്രമേ കൂടുതൽ. എനിക്കാണെന്നെങ്കിൽ സംസാരിച്ചാൽ മതിയാവില്ല. എന്ന് ഒരാളെ കണ്ടാൽ ഞാൻ മുണ്ടില്ല. ക്യാമറ ഉണ്ട് ഓണാക്കിയാൽ എവിടെ നിന്നൊക്കെ ഞാൻ സംസാരിക്കാമെന്ന് എനിക്കറിയില്ല ഗൈസ്. ഇതുകൊണ്ട് ഓഫാക്കി കഴിഞ്ഞാൽ എന്നാൽ ശരി കേട്ടോ, അസ്സലാമു അലൈക്കും, ഒറ്റ പോക്കാം. എൻ്റെ കുട്ടിക്ക് അങ്ങനെ ആവരുത് കേട്ടോ സുട്ടെ. അപ്പോൾ ഇതൊക്കെ തുടച്ച് വെക്കുക. എണ്ണ അതിൻ്റെ മുകളിൽ വെക്കണ്ട കേട്ടോ. അതിൻ്റെ മുകളിൽ വെക്കുമ്പോൾ എന്താണെന്ന് അറിയുമോ, സംഭവം കുറേ പേര് ചോദിച്ചു അത് ലീക്കാവോ ചെതൽ പിടിക്കുമോ. ആ ഒരു പേടിയൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. ഇത് ചെതൽ പിടിക്കാത്ത സിസ്റ്റമാണ്. ഓക്കെ, അതിനനുസരിച്ചുള്ള വലി അതിനുണ്ട് കേട്ടോ. കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് മരമായിട്ടാണ് തോന്നുക, പക്ഷെ ഇത് മരമല്ല. ഇത് എന്താണ് സുട്ടെ, ഇതെന്താണ് ഇതാ ഇവിടെ എത്തി നമ്മൾ. അതിനൊരു പപ്പട കോലെടുത്തോ. ഇതിന് നല്ലൊരു കോല് പോയിട്ടോ. ഇതാ പൊട്ടിച്ച്. മൂക്കലിച്ചിങ്ങനെ ചോക്കട്ടെ.
ഇക്ക ഒരു കിച്ചൺ ബ്ലോക്ക് തുടങ്ങിയിട്ട് മനസ്സിലിറങ്ങാറൊക്കെ ഈ ഗ്ലാസ് ഒക്കെ ഇവിടെ ഇങ്ങനെയല്ലേ വെക്കണ്ട്. ഞാൻ സെറ്റ് ചെയ്ത് തരണോ? എനിക്കാണെങ്കിൽ ഭയങ്കര ബുദ്ധിയാണ്, നമുക്കതില്ല. കണ്ടോ ഇതൊക്കെ എണ്ണയാണ്. ഗ്ലാസ്സൊക്കെ നമ്മളിവിടെ സെറ്റ് ചെയ്യണം. ഈ എന്താ ചെയ്യണേ? നിങ്ങൾ സെറ്റ് ചെയ്യുന്നത് ഞാൻ മാറ്റാം. നിങ്ങൾ സെറ്റ് ചെയ്യുന്നത് ഞാൻ മാറ്റണമെങ്കിൽ മാറ്റാം. ഈ മാറ്റണ്ട, മാറ്റാണെങ്കിൽ ഞാൻ സെറ്റ് ചെയ്യുന്നില്ല. എന്തോ റാക്കിൻ്റെ അടിയിലൊക്കെ കൊണ്ടുവരുന്നത് നമ്മളെ. എന്താണ് ഞാൻ ഇവിടെ ഗ്യാപ്പ് ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ഗ്ലാസ് ആണ്. ഓക്കെ ഗൈസ്, ഇടനെഞ്ച് പൊട്ടിട്ടോ. എൻ്റെ ഇടനെഞ്ചല്ല, എൻ്റെ എല്ലാം പൊട്ടു. ഇനി ഗ്ലാസ്സുകൾ എവിടെയെങ്കിലും വെറുതെ കിടക്കുന്ന ഗ്ലാസ്സുകളുണ്ടോ ഗൈസ്? അപ്പൊ നമ്മൾ കിച്ചൺ ഭയങ്കരമായിട്ട് വെളിച്ചെണ്ണ ഇതൊക്കെ എന്താ ഇതിൻ്റെ ഉള്ളില് കയ്യോറേ വെളിച്ചെണ്ണ പറഞ്ഞില്ലേ? വെളിച്ചെണ്ണ പിന്നെ പറയും. ഇത് തുടച്ചു നോക്കി ഈ സാധനം. അത് അങ്ങനെയെന്ന് പറഞ്ഞാൽ ഇത് കറ പിടിക്കുന്ന സാധനമാണ്. ഓക്കെ ഗായ്സ്, അപ്പോൾ എന്തായാലും ബിഫോർ ഇങ്ങനെയാണ്. ഇനി എന്തായാലും ഇൻഷാല്ലാ ആഫ്റ്റർ ഞാൻ എന്തായാലും കാണിച്ചുതരാം. നമ്മൾ പണികൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, മൊത്തം അടുക്കി വെച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ കിച്ചൺ സെറ്റ് ചെയ്യണം എന്നുള്ളത് കാണിച്ചുതരാം. ഓക്കെ, അപ്പോൾ എന്തായാലും നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണുക. ഈ ചാനൽ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്തോളൂ.